എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് ഹോബീസ് ഡയപ്പർ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഭവനരഹിതരെ ചേർത്തുപിടിച്ച് കെ.ആർ. ഭാസ്കരപിള്ള സംസ്ഥാനത്തെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തകനും പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയുമായ കെ.ആർ. ഭാസ്കരപിള്ളയാണ് നിർധനരായ 104 കുടുംബങ്ങൾക്ക് ഇതിനകം വീട് നിർമ്മിച്ചു നൽകിയത്. സംസ്ഥാനത്തെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തകനും പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയുമായ കെ.ആർ. ഭാസ്കരപിള്ളയാണ് നിർധനരായ 104 കുടുംബങ്ങൾക്ക് ഇതിനകം വീട് നിർമ്മിച്ചു നൽകിയത്. ജാതിമത ഭേദമന്യേ എല്ലാവരെയും പരിഗണിച്ചാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഒന്ന് തലചായ്ക്കാൻ സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നങ്ങൾക്കാണ് കെ.ആർ. ഭാസ്കരപിള്ള നിറം നൽകി യാഥാർത്ഥ്യമാക്കിയത്. 80 വീടുകൾ പൊതുവിഭാഗങ്ങൾക്കായും 24 വീടുകൾ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കുമാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഇതിൽ 24 വീടുകളുടെ താക്കോൽദാനം ഈ മാസം നടക്കും. 104 വീടുകൾക്ക് പുറമെ 16 വീടുകൾ കൂടി ഉടൻ നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജാതിമതഭേദമില്ലാതെ സ്ഥലവും വീടുമില്ലാതെ വേദനിക്കുന്ന, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ക്ലേശം സഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സർക്കാരിനോ മറ്റ് സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ പരിഹരിക്കാൻ വയ്യാത്ത അത്ര ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് സ്ഥലമില്ല, വീടില്ല, സഹായിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഏറ്റവും ഉചിതമാണ് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക, അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക. അങ്ങനെ ഇതിനോടകം തന്നെ 80-ലധികം ആളുകൾക്ക് വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുകയും നല്ല രീതിയിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ചെലവാക്കിയ വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ല, താമസിക്കാൻ സൗകര്യമില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. ഞാൻ ഇതുവരെ കൊടുത്തത് ജാതിയോ മതമോ സമുദായമോ പ്രദേശമോ വിഭാഗമോ നോക്കിയല്ല. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുക എന്ന ഒരു ധർമ്മമാണ് നിർവഹിച്ചത്. മന്നത്ത് പത്മനാഭനൊപ്പം പ്രവർത്തിച്ചതിന്റെ ഓർമ്മയിലാണ് മന്നം ഗ്രാമഭവന പദ്ധതിയിലൂടെ 2 ഘട്ടമായി 40 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഈ കുടുംബങ്ങൾക്ക് തൊഴിൽ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നിവയും നൽകും. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്തി നൽകിയത്. ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് കെ.ആർ. ഭാസ്കരപിള്ള നൽകുന്നത്. ഇപ്പോൾ അതിലേറ്റവും ദുഷ്കരമായിരിക്കുന്നത് മന്നത്തിന്റെ പേരിൽ ഒരു ഗ്രാമം, മന്നം ഗ്രാമം ഭവന പദ്ധതി എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് അതിൽ നായന്മാർക്ക് വേണ്ടി മാത്രം ഒരു ഭവന പദ്ധതി ആസൂത്രണം ചെയ്ത് അതിൻ്റെ 24 വീടുകൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടെ താമസിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ശ്രീ വിവേകാനന്ദ പഠന സമുച്ചയത്തിൽ ഫ്രീയായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ കണ്ടുപിടിച്ചു കൊടുക്കുന്നതിനുമുള്ള ശ്രമം കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ആ ഭവനങ്ങൾ നിർധനരായ നായർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. 24 വീടിൻ്റെ പണി പൂർത്തിയായി. അത് കൊടുക്കുന്നതിനുള്ള ദിവസം അടുത്ത ദിവസം തന്നെ തീരുമാനിച്ച 1 മാസത്തിനകം ആ ഭവനം ദാനം ചെയ്യുന്നതായിരിക്കും. അടുത്ത ഘട്ടത്തിൽ വീണ്ടും കുറച്ച് വീടുകളുണ്ടാക്കി അതിനെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം. 40 വീടാണ് ആ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 1ാം ഘട്ടം എന്നുള്ളത് 24 വീടിൻ്റെ പണിയാണ് ഇപ്പോൾ പൂർത്തിയായതും കൊടുക്കാൻ തീരുമാനിച്ചത്. ആ കർമ്മം അടുത്ത ദിവസം തന്നെ നിർവഹിക്കുന്നതായിരിക്കും. എ+ വിഷൻ എടക്കര. സൂപ്പർ അബ്സോർബന്റ് ഹോബീസ് ഡയപ്പേഴ്സ്.